ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ ഇമ്മാനുവൽ. നമ്മളെല്ലാവരും ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ്, നമ്മുടെ പ്രത്യേകമായിട്ട് ആവശ്യങ്ങൾ പറഞ്ഞ് അത്രയ്ക്കും പ്രാധാന്യമെന്ന എമർജൻസി ആയിട്ട് ഉള്ള പ്രാർത്ഥനകൾ പോലും നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കാറുണ്ട്. ഈ നിമിഷം എനിക്ക് നടത്തിത്തരണേ, ഒരു നിമിഷം പോലും വൈകരുതേ, ഇന്നെനിക്ക് സാധിച്ചു തരണമേ, നാളെ എനിക്കത് ആവശ്യമുണ്ട് ഈശോയെ, ഈ ആഴ്ചയിൽ തന്നെ അത് നടക്കണം ഈശോയെ, ഈ മാസം തന്നെ എൻ്റെ കാര്യം നടത്തിത്തരണം ഈശോയെ, ഈ വർഷമെങ്കിലും എന്നെ രക്ഷിക്കണം ഈശോയെ. പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് വേദനയോട് വിലപിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സങ്കടത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, നീരസം പ്രകടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പല വിധത്തിലും ഹൃദയം നുറുങ്ങി നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഈശോയോട്, എൻ്റെ യേശുവിനോട്, എൻ്റെ കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ എന്ത് ചെയ്യുന്നു? നമ്മൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കാറുണ്ട്. ദൈവപിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി നിരന്തരം ഓരോ യാമങ്ങളിലും, ഓരോ മണിക്കൂറുകളിലും, ഓരോ മിനിറ്റുകളിലും, ഓരോ നിമിഷങ്ങളിലും തൻ്റെ പിതാവിനോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് ആഴ്ചയിൽ 7 ദിവസവും അങ്ങനെ ആനന്ദമായി നമുക്ക് വേണ്ടി അവിടുന്ന് ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓർക്കാതെ പോകുന്നു, അല്ലെങ്കിൽ മറന്നു കളയുന്നു. ഈശോയും ഒരു ദിവസം തനിക്ക് തന്നെ വേണ്ടി ഒരിക്കൽ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ സ്വർഗീയ അപ്പച്ചൻ ഈശോയുടെ ആ പ്രാർത്ഥന കേട്ടോ ഇല്ലയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഓർത്തു നോക്ക്. അങ്ങനെ ആ പ്രാർത്ഥന ദൈവപിതാവ് കേട്ടോ, ശ്രവിച്ചു, അതിന് മറുപടി കൊടുത്തു. നമ്മളൊന്ന് ഓർത്തു നോക്കി. അങ്ങനെ ആ പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണം തന്നെ ഇല്ലാതാകുമായിരുന്നു അല്ലേ? നമ്മുടെ വിശ്വാസ പ്രമാണം പ്രാർത്ഥന അത് തന്നെ ഇല്ലാതാകുമായിരുന്നു. നമ്മുടെ സുവിശേഷം തന്നെ ഒരുപക്ഷെ നമ്മളൊന്ന് ഓർത്തു നോക്കി, എന്തായിരിക്കും നമ്മളെന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർ ഏതവസ്ഥയിലായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒന്ന് മനനം ചെയ്ത്, ഒന്ന് ഇമാജിൻ ചെയ്ത് നമ്മൾ നോക്കിക്കേ. പ്രാർത്ഥിക്കണ്ടേ, നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഈശോയെ, കർത്താവേ, ഞങ്ങളോട് ദയ തോന്നണമേ, കരുണ തോന്നണമേ, അനുകമ്പ തോന്നണമേ, അലിവ് തോന്നണമേ. ഈശോയെ, ഞങ്ങളിതാ ഉരുകിയ മനസ്സോടെ, ദുഃഖിതമായിട്ടുള്ള ആത്മാവോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ.